നമ്മൾ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ആനകളെ പേടിപ്പിക്കുന്ന വലിയ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കാട്ടാന കൂട്ടത്തെ നമ്മൾ ഓടിച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ട് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആനകളെ ഇപ്പം നമ്മളിവിടെ ഉത്സവം പോലെ ഇത്രയും വെടിക്കെട്ടും ഈ പറഞ്ഞ ചെണ്ടമേളം ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി അതിനെ ഈ പറഞ്ഞാൽ അതിൻ്റെ ഒരു കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യില്ലേ ചെയ്യുന്നത്. അപ്പം അത്തരം ആനകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾക്ക് കൊണ്ടുവരുന്ന ആനകൾ എത്രമാത്രം ഹെൽത്തി ആണെന്നാണ് ഡോക്ടർ വിചാരിക്കുന്നത് മെൻ്റലി? ശരിക്കും പറഞ്ഞാണല്ലോ അതാണ് പറഞ്ഞത്, ഇതൊരു ക്രൂവലിറ്റിയാണ് ശരിക്കും. ഇവിടെ പലപ്പോഴും ഞാൻ ഹ്യൂമനൈസേഷൻ ഓഫ് ഡോഗ്സ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ എലിഫൻസിന് പ്രശ്നം. അടിസ്ഥാനപരമായിട്ട് മനുഷ്യരൊക്കെ സ്വാർത്ഥന്മാരാണ്. ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അവരുടെ മനസ്സ് ആരും പഠിക്കുന്നില്ല. ഇപ്പോൾ എലിഫൻ്റ് ആയിക്കോട്ടെ, ഡോഗ് ആയിക്കോട്ടെ, ഇവരെന്താണ് മനുഷ്യനെ കുറിച്ച് വിചാരിക്കുന്നത് അതൊന്നും അവർ അറിയുന്നുമില്ല. അവരുടെ വേദനകൾ എന്താണ്. ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന മൃഗങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ എലിഫൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. കാരണം അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കാഴ്ചപ്പാടൊക്കെ മാറും. കാരണം പുതിയ ജനറേഷനൊക്കെ ഇതേപോലെ തന്നെ അടുത്തൊരു 10-15-20 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കൺസെപ്റ്റേ മാറും. വേറെ തലത്തിലേക്ക് വരും ഈ മനുഷ്യ ജനത തന്നെ മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം